ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് ആരാധകർ വന്ന് കണ്ടിട്ടുള്ള ഒരു മത്സരമാണ് കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ സിറ്റി FC മത്സരം. 3000-ഓളം മറ്റു ആളുകൾ മാത്രമായിരുന്നു ആ ഒരു മത്സരം കാണാനായിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പും 3000 ആരാധകർ വന്നിട്ടുള്ള മത്സരമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എന്നാണെങ്കിലും കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിറഞ്ഞു കവിഞ്ഞ മഞ്ഞക്കടലിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ആ ഒരു ഗാലറി എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. അത് ഇങ്ങനെയൊക്കെ ആയി തീർന്നു എന്നുള്ളതിൽ വിഷമമുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. ഇതിൽ പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന പരിപാടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരാധകർ സ്റ്റേഡിയത്തിൽ വന്നോളും. അപ്പോൾ അതുകൊണ്ട് ക്ലബിനും ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അപ്പം അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇനി നമുക്കും കുറച്ച് ഒബ്സഷനൊക്കെ കുറയ്ക്കാം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ആരാധകർ തന്നെ കൊടുത്തു എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ലൂണയൊക്കെ അടക്കം പറഞ്ഞല്ലോ, ആരാധകർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഫാൻ ഫോറത്തിലൊക്കെ വന്ന് തീർക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ദിമി ഈസ്റ്റ് ബംഗാൾ ആരാധകരും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിലൊരു താരതമ്യമൊക്കെ നടത്തിയല്ലോ. അപ്പം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അടിപൊളിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഫാൻസ് മാത്രമാണ് അടിപൊളി, ക്ലബിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വട്ടപൂജ്യം എന്ന് പറയുന്ന ലെവലിലേക്ക് പോയി. അതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോയൽറ്റി കുറച്ച് കൂടിപ്പോയത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വൺസ് ആരാധകർ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ വരുന്നത് കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാടായിട്ട് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റുകളെ അങ്ങനെ വലിയൊരു തോതിൽ പിന്തുണയ്ക്കുന്നൊരു ഇതിലോട്ടൊന്നും വരാതിരുന്നത്. എനിക്ക് ആ ഒരു പേടിയുണ്ട് ഇങ്ങനെ പോയിട്ട്. കാരണം നമ്മൾ അത്രത്തോളം, ഞാനൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകനൊക്കെ ആകാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഒരു വൈബിലിരുന്ന് കളി കണ്ട് അതാണ് എനിക്ക് അത്ര ഒരു ക്രൈസ് എൻ്റെ ഇനിഷ്യലി ആദ്യത്തെ സീസണുകളിലൊക്കെ ഉണ്ടാകാനുള്ള ഫാക്ടറായിരുന്നു. പിന്നെ നമ്മളൊരു ഹാർഡ് കോർ ലെവലിലേക്കൊക്കെ പോകാനുള്ളൊരു ഫാക്ടറായിരുന്നു. അപ്പോൾ ഇത് സംഭവിക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പം ഗോവയിലൊക്കെ കുറച്ച് സീസൺ മുന്നേ ഒക്കെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് അവർക്ക് മോശം സീസണുകൾ വന്നപ്പോഴത്തേക്കും അത് ഒന്ന് കുറഞ്ഞ സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് പിന്നീട് അവർ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ മനോളയെ കൊണ്ടുവന്നു വലിയ വലിയ സൈനിങ് നടത്തുന്ന ലെവലിലേക്ക് ഒരു സക്സസ്ഫുൾ സീസൺസാണ് കഴിഞ്ഞ 2 സീസൺ നോക്കിക്കഴിഞ്ഞാലും. എന്നിട്ട് കൂടി ആ ഒരു പഴയ ആരാധകരെ അവർക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. എന്തിനു പറയുന്നു, ഇപ്പം നമ്മുടെ കേരളത്തിലെ മുമ്പ് ഷട്ട് ഡൗൺ ചെയ്ത് വിട്ട ക്ലബ്ബുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഈ പറയുന്നത് പോലെ ഈ ആരാധകരൊക്കെ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ സ്റ്റിൽ ഈ പ്രശ്നം എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. പിന്നീട് ഇത് ഡിക്ലൈൻ ആകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. എത്ര ലോയൽറ്റി എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ ലോയൽ ഫാൻസാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മളോട് ആ ലോയൽറ്റി തിരിച്ചും ക്ലബിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ലേ. കാരണം നമ്മൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാണ്ട് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെ എന്നും എല്ലാ കാലവും ഇങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ലോയൽറ്റി എന്നൊക്കെ പറഞ്ഞാലും ആരാധകരുടെ മനസ്സിൽ നിന്ന്, എനിക്കറിയാം ഒരുപാട് ആരാധകർ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകുന്ന സാഹചര്യം, കളി പോലും കാണാത്ത സാഹചര്യത്തിലേക്ക് പോയവരുണ്ട്. സ്റ്റേഡിയത്തിൽ പോയി കണ്ടവർ ഇനി പോകുന്നില്ല, TV കാണാൻ തീരുമാനിച്ചവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ലെവലിലേക്ക് എത്തിച്ചത് ആരാണ്? പിന്നെ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിനി എന്തെങ്കിലും ചെയ്ത് പണിയെടുത്ത് നമ്മളൊരു സക്സസ്സിലേക്കൊക്കെ എത്തിച്ചാലേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അത്രമേൽ ആരാധകരുണ്ട്, ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഇട്ടേച്ചും പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. പക്ഷേ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ സ്പോർട്ടിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇവരൊക്കെ മനഃപൂർവ്വമൊക്കെയാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയും ആരാധകരുള്ളൊരു ക്ലബിൻ്റെ ആരാധകരോട് ഇത് ചെയ്യും? കാരണം ഓരോ ടീമുകളും ഫാൻസിനെ എത്തിക്കാനായിട്ട് എന്തെല്ലാം ശ്രമങ്ങൾ നടത്തുന്നു. ഒന്നുമില്ലാണ്ട് തന്നെ ഇത്രയും ആരാധകരെ ഒരു ഇതായിട്ട് കിട്ടിയിട്ടുള്ളൊരു ക്ലബിൻ്റെ അവസ്ഥ, അവരുടെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു പരിതാപകരമാണ്. ഞാൻ പറഞ്ഞ പോലെ സ്പോർട്ടിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഏതെങ്കിലും മറ്റു ക്ലബ്ബുകളിലെ ചാരന്മാരായിട്ട് ഇവിടെ വന്ന് ഇതിനെ കുളം തോണ്ടാനാണോ? അല്ലെങ്കിൽ ലിറ്ററലി അത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരെയൊക്കെ നമ്മൾ ഒരു രീതി ചിന്തിച്ച് പോകാറുണ്ട്. അപ്പോൾ നമുക്കും കാര്യങ്ങൾ തിരിച്ച് കിട്ടണം, അത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ മഞ്ഞക്കടലിൻ്റെ ഇടയിലിരുന്ന് ആ കളികൾ കണ്ട് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള മെമ്മറീസ് നമ്മൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ സീസൺ കൊണ്ട് അതൊക്കെ ഒഴിപ്പിച്ചിട്ടുള്ള മൊയലാളിമാർക്ക് നന്ദി. ഒന്നുമില്ല, നിങ്ങൾ ട്രോഫിയോട് ഒബ്സഷൻ കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആരാധകർ സ്റ്റേഡിയത്തിൽ വരുന്നൊരു കാര്യത്തോടും കുറച്ച് ഒബ്സഷൻ കുറച്ചതാണ്. നിങ്ങൾ ഒരു ഒബ്സഷനൊക്കെ കാണിച്ചു തുടങ്ങുക, അപ്പോൾ ആരാധകർ തിരിച്ചു വന്നോളും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമ്പോസിഷൻ ഒരു കണക്ഷൻ സനി ഓഫ്.